Today we will discuss about PN junction diode. So എന്താണ് PN junction diode? എങ്ങനെയാണ് ഒരു PN junction diode ഫോം ചെയ്യുന്നത്? അതുപോലെ തന്നെ ഡിപ്ലീഷൻ റീജിയൻ എന്താണ്? സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഇൻ എ PN junction diode. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സോ നമുക്കറിയാം എന്താണ് PN junction diode അല്ലെങ്കിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്കറിയാം. ഒരു P റീജിയനും ഒരു N റീജിയനും നമ്മൾ P ടൈപ്പ് N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ P റീജിയനും N റീജിയനും ജോയിൻ ചെയ്യുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ ആ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഇത് കുറേ ഫാബ്രിക്കേഷൻ സ്റ്റെപ്സ് വഴിയാണ് ശരിക്കും ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡയോഡ് ഫോം ചെയ്യുന്നത്. സോ നമുക്കത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു സിലിക്കൺ സെമി കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സിലിക്കൺ സെമി കണ്ടക്ടറിൻ്റെ ഒരു എൻഡിൽ നിന്ന് ഞാൻ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് വെച്ച് ഡോപ്പ് ചെയ്യുവാണ്. സോ നമുക്കിവിടെ ഒരു P റീജിയൻ കിട്ടും. സിമിലർലി അടുത്ത എൻഡിൽ നിന്ന് നമ്മൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് വെച്ച് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു N റീജിയൻ കിട്ടും. ഈ Pയും Nനും ജോയിൻ ചെയ്യുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അവിടെ ഫോം ചെയ്യുന്ന ഒരു റീജിയനാണ് ഡിപ്ലീഷൻ റീജിയൻ. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എന്താണ് ഈ P സെമി കണ്ടക്ടർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു N സെമി കണ്ടക്ടർ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ എ P റീജിയൻ ആൻഡ് N റീജിയൻ കമ്പൈൻ ടു ഫോം എ PN ജംഗ്ഷൻ ഡയോഡ്. സോ ഒരു PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടക്ട് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അതായത് ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ മാത്രമാണ് അത് ഓൺ ആയിരിക്കുന്നത്. റിവേഴ്സ് ബയാസിൽ നോർമലി ഓഫ് ആയിരിക്കും. മൈനോറിറ്റി കറണ്ട് ഫ്ലോ ചെയ്യുമെങ്കിലും നമ്മൾ നോർമലി റിവേഴ്സ് ഡയറക്ഷൻ അത് ഇറ്റ് ഓഫേഴ്സ് എ വെരി ഹൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡയോഡ് വിൽ ബി ഓഫ് ഡ്യൂറിങ് ദ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ നമുക്ക് പറയാം. സോ ഒരു P റീജിയൻ നമ്മൾ ഇൻഡിവിജ്വലി ഒരു P റീജിയൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ P റീജിയനകത്ത് മെജോറിറ്റി ക്യാരീസ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. സോ അതിനകത്ത് ഹോൾസ് കാണും. ഞാൻ ഈ സർക്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഹോൾസ് ആണ്. ദെൻ ഹോൾസിൻ്റെ കൂടെ അക്സെപ്റ്റർ അയോൺസ് കാണും. മൈനസ് നെഗറ്റീവ്ലി ചാർജ്ഡ് അക്സെപ്റ്റർ അയോൺസ്. ഈ അക്സെപ്റ്റർ അയോൺസ് എന്ന് പറയുന്നത് ഇമ്മൊബൈൽ അയോൺസ് ആണ്, മൂവിങ് അല്ല, ഇമ്മൊബൈലാണ്. ഹോൾസ് മൂവിങ് പാർട്ടിക്കിളാണ്, പക്ഷേ അയോൺസ് ഇമ്മൊബൈലാണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു P സെമി കണ്ടക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് ന്യൂട്രലാണ്. ന്യൂട്രൽ മീൻസ് ഇതിനകത്തുള്ള ടോട്ടൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹോൾസ് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് മൈനോറിറ്റി. ഇതിനകത്തുള്ള മൈനോറിറ്റിയാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ മൈനോറിറ്റി പ്ലസ് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്, ഇമ്മൊബൈൽ അയോൺസ്, അതിൻ്റെ ആ ടോട്ടൽ നെഗറ്റീവ് വാല്യൂം ഈ ഹോൾസ് കൊണ്ടുണ്ടാകുന്ന ടോട്ടൽ പോസിറ്റീവ് വാല്യൂം തമ്മിൽ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ ന്യൂട്രൽ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു N ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതും ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ഈ Pയും Nനും ഇൻഡിവിജ്വലി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ന്യൂട്രലാണ്. ഇലക്ട്രോൺസിനെ നമ്മൾ ഈ ഡോട്ട് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ ദിസ് ഈസ് ഇലക്ട്രോൺ. സോ ഈ ഇലക്ട്രോണിൻ്റെ കൂടെ അയോൺസ് കാണും. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആയിരിക്കും എന്നിലുള്ളത്, അതായത് ഡോണർ അയോൺസ്. ഇതിനെ നമ്മൾ ഡോണേഴ്സ് എന്ന് പറയും. അത് പോസിറ്റീവ്ലി ചാർജ്ഡാണ്. ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡാണ്. ഇവിടെയും നമുക്ക് പറയാം ടോട്ടൽ ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഹോൾസ് ഉണ്ട്. ഇതിനകത്ത് മൈനോറിറ്റി ആയിട്ട് ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിൻ്റെ ചാർജും അതുപോലെ തന്നെ ഈ പ്ലസ് അയോൺസിൻ്റെ ചാർജും അതിൻ്റെ സം ഈ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസിൻ്റെ സമ്മുമായിട്ട് ബാലൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് Nനും ന്യൂട്രലാണ്. അപ്പോൾ Pയും Nനും ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. സോ P റീജിയനകത്ത് എന്തൊക്കെയാണുണ്ട്? ഹോൾസ് ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ് ഇമ്പ്യൂരിറ്റി അയോൺസ് ഉണ്ട്, അതുപോലെ തന്നെ മൈനോറിറ്റി ക്യാരിയേഴ്സും ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. N റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി ക്യാരിയേഴ്സ്. അതുപോലെ തന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇമ്പ്യൂരിറ്റി അയോൺസ്, അതായത് ഡോണർ അയോൺസും കാണും. അതുപോലെ തന്നെ ഇതിൽ എന്തും കാണും? N റീജിയനകത്ത് ഹോൾസ് കാണും, മൈനോറിറ്റി ക്യാരിയേഴ്സ് ആയിരിക്കും. അതുപോലെ നമുക്കറിയാം അയോൺസ് ഇമ്മൊബൈലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഹോൾസ് ഇലക്ട്രോൺസ് മൂവിങ് പാർട്ടിക്കിൾസ് ആണ്. ദെൻ നമ്മളൊരു PN region, P and N regions are electrically neutral ആണ് when they are considered separately. So in the P region, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നെഗറ്റീവ് ചാർജ്. സിമിലർലി N റീജിയനിലും ടോട്ടൽ പോസിറ്റീവ് ചാർജ് വിൽ ബി ഈക്വൽ ടു നെഗറ്റീവ്ലി ചാർജ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഫിഗർ കാണാം. ഇത് ഈ ഫിഗർ എന്ന് പറയുന്നത് when a PN junction is just formed, when a PN junction is just formed മീൻസ് നമ്മളിങ്ങനെ ഡോപ്പ് ചെയ്ത് വരുന്ന ആ ഒരു കണ്ടീഷനാണ്. ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ഒന്നും ഫോം ചെയ്തിട്ടില്ല. സോ വെൻ എ PN ജംഗ്ഷൻ ഈസ് ജസ്റ്റ് ഫോംഡ്. സോ ഇത് P റീജിയൻ ആണ്. ഇവിടെ മൈനസ് അയോൺസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഹോൾസ് ഉണ്ട്.
സോ ആ സർക്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഹോൾസ് ആണ്, അതിൻ്റെ കൂടെ ഉള്ളത് അയോൺസ് ആണ്. ഹോൾസ് പോസിറ്റീവ്ലി ചാർജ്ഡും ഇത് ഇമ്മൊബൈലായിട്ടുള്ള അക്സെപ്റ്റർ അയോൺസ് ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ വരച്ച പോലെ സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഡോണർ അയോൺസ് ഉണ്ട്. ഡോണർ അയോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഈ അയോൺസ് രണ്ട് സൈഡിലുള്ള അയോൺസ് ഇമ്മൊബൈലാണ്, ഹോൾസും ഇലക്ട്രോൺസും മൂവിങ്ങുമാണ്. സോ നമ്മൾ ഡോപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ജംഗ്ഷൻ മീറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. വെൻ എ ജംഗ്ഷൻ ഈസ് ജസ്റ്റ് ഫോംഡ്. ദെൻ ഇവിടെ ഇങ്ങനെ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ നടക്കുന്ന പ്രോസസ്സാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ ഒക്കർ ചെയ്യും. കാരണം പിക്കകത്ത് കൂടുതലുള്ളത് ഹോൾസാണ്, എന്നിനകത്ത് ഇലക്ട്രോൺസുമാണ്. സോ ഇവിടെ ഡിഫ്യൂഷൻ ഒക്കർ ചെയ്യാൻ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ട്. കൂടുതലുള്ളത് കുറവുള്ളിടത്തേക്ക് മൂവ് ചെയ്യും. കാരണം പിക്കകത്ത് ഹോൾസാണ് കൂടുതൽ, എന്നിനകത്ത് ഇലക്ട്രോൺസ് ആണ്. സോ ഈ പിയിലുള്ള ഹോൾസ് എന്നിലേക്ക് മൂവ് ചെയ്യും. സിമിലർലി എന്നിലുള്ള ഇലക്ട്രോൺസ് പി റീജിയനിലേക്ക് മൂവ് ചെയ്യും. സോ ഹോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കറിയാം ഒരു വേക്കൻസിയാണ്. ശരിക്കും ഒരു ഇലക്ട്രോൺ ജസ്റ്റ് അത് ബോണ്ട് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നിടത്തുണ്ടാകുന്ന ഒരു വേക്കൻസിയാണ് ശരിക്കും ഹോൾ എന്ന് പറയുന്നത്. നമ്മളിവിടെ അതിനെ ഒരു ചാർജ് ക്യാരിയറായിട്ടാണ് കൺസെപ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടുന്ന് ഹോൾസ് എൻ റീജിയനിലേക്ക് മൂവ് ചെയ്യും. സിമിലർലി ഇവിടുന്ന് ഇലക്ട്രോൺസ് പി റീജിയനിലേക്ക് മൂവ് ചെയ്യും. സോ ആസ് സൂൺ ആസ് ദ പി എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ്, എ പി റീജിയൻ, the holes from P region diffuse to N region and combine with the electrons in the N region. So ഇവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ, ഇവിടുന്ന് ഹോൾസ് ആണ് മൂവ് ചെയ്യുന്നത്, ഇവിടുന്ന് സിമിലർലി ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ഈ ജംഗ്ഷനിൽ ഇങ്ങനെ ഒക്കർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നടക്കുന്നത്. സോ ഫ്രീ ഇലക്ട്രോൺസ് ഫ്രം എൻ റീജിയൻ ഡിഫ്യൂസ് ടു പി റീജിയൻ ആൻഡ് കമ്പൈൻ വിത്ത് ഹോൾസ്. സോ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ, പി റീജിയനിൽ നിന്ന് എൻ റീജിയനിലേക്ക് ഹോൾസും എൻ റീജിയനിൽ നിന്ന് പി റീജിയനിലേക്ക് ഇലക്ട്രോൺസും ഡിഫ്യൂസ് ചെയ്യുന്നത് കാരണം അവിടെ ഒരു റീകോമ്പിനേഷൻ ഒക്കർ ചെയ്യുന്നു. സോ ഈ പോയിന്റ് നോക്കുക, അത് ഡിഫ്യൂഷൻ ഓഫ് ഹോൾസ് ഫ്രം പി റീജിയൻ ടു എൻ റീജിയൻ. സോ ഡിഫ്യൂഷൻ ഓഫ് ഹോൾസ് ഫ്രം പി റീജിയൻ ടു എൻ റീജിയൻ ആൻഡ് ഇലക്ട്രോൺസ് ഫ്രം എൻ റീജിയൻ ടു പി റീജിയൻ ടേക്സ് പ്ലേസ് ഡ്യൂ ടു തെർമൽ എനർജി. ആ ഒരു തെർമൽ എനർജി കാരണം, അല്ലെങ്കിൽ മെയിനായിട്ടും ഡിഫ്യൂഷൻ ഒക്കർ ചെയ്യുന്നതിൻ്റെ റീസൺ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്, ഡിഫറൻസ് ഇൻ ദ കോൺസെൻട്രേഷൻ. ഇത് കാരണമാണ് ഇങ്ങനൊരു ഡിഫ്യൂഷൻ പ്രോസസ്സ് അവിടെ ഒക്കർ ചെയ്യുന്നത്. ഓൾസോ ഡ്യൂ ടു തെർമൽ എനർജി. അപ്പം നമുക്കറിയാം കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഒക്കർ ചെയ്യണമെങ്കിൽ പി റീജിയൻ ഹാസ് മോർ നമ്പർ ഓഫ് ഹോൾസ് ആൻഡ് എൻ റീജിയൻ ഹാസ് മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇതാണ് ഡിഫ്യൂഷനുള്ള റീസൺ. ദെൻ ഇങ്ങനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ച് നേരമേ ഇങ്ങനെ നടക്കത്തുള്ളൂ. സോ ഈ ജംഗ്ഷനിലുള്ള ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിനാണ് റീകോമ്പിനേഷൻ നടക്കുന്നത്. അത് റീകമ്പൈൻ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ റീകോമ്പിനേഷൻ നടന്ന് കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ പി എൻ ജംഗ്ഷൻ ഡിപ്ലീഷൻ റീജിയൻ ഫോർമേഷൻ. സോ അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗറാണ് നമുക്ക് വേണ്ടത്. സോ ഇവിടെ ജംഗ്ഷനിലുള്ള ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് റീകമ്പൈൻ ചെയ്ത് പോയിട്ട് ഇവിടെ ആ ഇമ്മൊബൈലായിട്ടുള്ള അയോൺസ് മാത്രമേ ഉള്ളൂ. സോ പി സൈഡിലുള്ള മൈനസ് അയോൺസ് കാണാം, എൻ സൈഡിൽ ഇലക്ട്രോൺസ് മാത്രം കാണാം. സോ ഇവിടെയും അതുപോലെ ജംഗ്ഷനിലുള്ള ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് എലിമിനേറ്റ് ആയി പോയി, അല്ലെങ്കിൽ അവിടെ റീകമ്പൈൻ ചെയ്തു പോയി. സോ ഈ ഒരു പ്രോസസ്സ് കുറച്ച് നേരമേ ഇങ്ങനെ നടക്കത്തുള്ളൂ. വീണ്ടും നമുക്ക് കാണാം, ഈ ഹോള് ഇങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഈ ഹോൾ എന്ന് പറഞ്ഞൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ഈ ഹോൾ ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഹോളിനെ ഈ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ, നേരത്തെ ഇത് ന്യൂട്രൽ റീജിയൻ ആയിരുന്നു, ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഈ ഇവിടെയുള്ള ഹോള് ഈ എൻ റീജിയനിലുള്ള ഈ ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഹോളിനെ ഈ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇതിനെ റിപ്പൽ ചെയ്ത് നിർത്തും. സോ ദിസ് ഹോൾ വിൽ ബി റിപ്പൽഡ് ബൈ ദ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഓൺ ദ എൻ സൈഡ്. സിമിലർലി ദ ഇലക്ട്രോൺ ട്രൈ ടു ഡിഫ്യൂസ് ടു ദ പി സൈഡ്. ഇത് പി സൈഡിലേക്ക് റീകമ്പൈൻ ചെയ്യാൻ, ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസ്, ഈ ഇലക്ട്രോൺസിനെ ആര് റിപ്പൽ ചെയ്യും? ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ അല്ലെങ്കിൽ അക്സെപ്റ്റർ അയോൺ ആ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്തെടുക്കും. കാരണം ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അയോൺസ് നെഗറ്റീവ്, അപ്പോൾ അത് റിപ്പൽഷൻ നടക്കും. അപ്പോൾ ഇവിടെ ഫർദർ ഡിഫ്യൂഷൻ അവിടെ നടക്കത്തില്ല. ഈ ഹോളിനെ ഈ പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്ത് നിർത്തും. കാരണം ഹോള് പോസിറ്റീവാണ്, ഈ പ്ലസ് അയോൺസും പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ അത് റിപ്പൽ ചെയ്ത് ഈ ഹോളിനെ ഡിഫ്യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ ഇവിടെ റീകോമ്പിനേഷൻ സ്റ്റോപ്പ് ചെയ്യും. സോ ഇവിടെ റീകോമ്പിനേഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസൺ ഈ പ്ലസ് മൈനസ് റീജിയൻ ആണ്. സോ ഇങ്ങനൊരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡിഫ്യൂഷൻ ഇവിടെ നടക്കത്തില്ല.
സോ ഈ മൈനസ് പ്ലസ് റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. ഇപ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയൻ നോക്കുവാണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺസ് ഇല്ല, ഹോൾസ് ഇല്ല. ഇലക്ട്രോൺസ് ഹോൾസ് ഇവിടെ ആബ്സെൻ്റ് ആണ്. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്ലസ് മൈനസ് പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയനിൽ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കായിരിക്കും. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു റീസ്ട്രെയിനിങ് ഫോഴ്സിന് വിളിക്കുന്ന പേരാണ് ബാരിയർ. ഇവിടെ ഒരു റീസ്ട്രെയിനിങ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒപ്പോസിങ് ഫോഴ്സാണ് ഇവിടെ ഫർദർ ഡിഫ്യൂഷൻ, ഇവിടുന്ന് ഹോളിനെ അങ്ങോട്ടേക്ക് റീകോമ്പിനേഷൻ ചെയ്യാൻ സമ്മതിക്കാത്തത് ഈ ഒരു റീസ്ട്രെയിനിങ് ഫോഴ്സാണ്. ആ റീസ്ട്രെയിനിങ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ബാരിയർ. ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു പൊട്ടൻഷ്യലിനെ നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ എന്നും പറയും. ഇവിടെ നമുക്ക് ആ ബാരിയർ പൊട്ടൻഷ്യൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലും ഇവിടെ നമുക്ക് കാണാം ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലും. ഈ പൊട്ടൻഷ്യലാണ് നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ. സോ ദിസ് പൊട്ടൻഷ്യൽ മൈനസ് പ്ലസ് പൊട്ടൻഷ്യലാണ്. ദിസ് പൊട്ടൻഷ്യൽ ഈസ് നോൺ ആസ് ബാരിയർ പൊട്ടൻഷ്യൽ. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണാം, പ്ലസ് ടു മൈനസ്. ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റീജിയന് വിളിക്കുന്ന പേര് ഡിപ്ലീഷൻ റീജിയൻ എന്നാണ്. കാരണം ഡിപ്ലീഷൻ റീജിയൻ മീൻസ് ദ റീജിയൻ ദാറ്റ് ഈസ് ഡിപ്ലീറ്റഡ് ഓഫ് ചാർജ് ക്യാരിയേഴ്സ്. ചാർജ് ക്യാരിയേഴ്സ് ഇവിടെ ഇല്ല, ഇലക്ട്രോൺസും ആബ്സെൻ്റ് ആണ്, ഹോൾസും ഇവിടെ ആബ്സെൻ്റ് ആണ്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? റീജിയൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് minus ions and plus ions. That region is known as depletion region, or it is also known as space charge region. അയോൺസ് മാത്രം നിൽക്കുന്ന റീജിയനെ നമ്മൾ സ്പേസ് ചാർജ് റീജിയൻ എന്നും പറയും. ഇവിടോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ന്യൂട്രലാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. ദിസ് ഈസ് ന്യൂട്രൽ ആൻഡ് ദിസ് ഈസ് ഓൾസോ ന്യൂട്രൽ. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ മാത്രമാണ്. ഇവിടെ മാത്രമാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ ഉള്ളത്. ഇവിടോട്ട് ന്യൂട്രലായിട്ട് തന്നെ നിൽക്കും. സോ ഇങ്ങനെയാണ് ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തത്. സോ നമുക്ക് അതിൻ്റെ തിയറി ഒന്നുകൂടെ നോക്കാം. ദ ഡിഫ്യൂഷൻ ഓഫ് ഹോൾസ് ആൻഡ് free electrons across the junction occurs for a very short time. After a few recombination of holes and electrons in the immediate neighborhood of the junction, a restraining force is set up automatically. ആ പ്ലസ് മൈനസ് അയോൺസ് അവിടെ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു റീസ്ട്രെയിനിങ് ഫോഴ്സ് ഉണ്ടാവും. അതിനെയാണ് ബാരിയർ എന്ന് പറയുന്നത്. ഫർദർ ഡിഫ്യൂഷൻ ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ഫ്രം വൺ സൈഡ് ടു അതർ ഈ സ്റ്റോപ്ഡ് ബൈ ദിസ് ബാരിയർ. ഈ ബാരിയറാണ് ഫർദർ ഡിഫ്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. Next, some of the holes in the p region and some of the free electrons in the region diffuse towards each other and recombine. Each recombination eliminates a electron hole pair, and in this process the negative acceptor ions in the p region and positive donor ions in the n region will be left uncompensated. ആ ഫോം ചെയ്യുന്ന ആ റീജിയനെയാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. സോ ഫർദർ ഡിഫ്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ നമുക്ക് പറയാം ദ റീജിയൻ കണ്ടെയ്നിങ് ദ അൺകോമ്പൻസേറ്റഡ് അക്സെപ്റ്റർ ആൻഡ് ഡോണർ അയോൺസ് ഇസ് കാൾഡ് ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ അവിടെ എന്ത് കാണില്ല? ഹോൾസും ഇലക്ട്രോൺസും ആബ്സെൻ്റ് ആയിരിക്കും. അവിടെ ഇമ്മൊബൈൽ അയോൺസ് മാത്രമായിരിക്കും. അതുകൊണ്ട് അതിനെ സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറയുന്നു. ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ അക്സെപ്റ്റർ ആൻഡ് ഡോണർ അയോൺസ് ഇസ് കാൾഡ് ബാരിയർ. അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യലിനെ നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ, അക്സെപ്റ്റർ അയോൺസും ഡോണർ അയോൺസും കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് ബാരിയർ പൊട്ടൻഷ്യൽ. അല്ലെങ്കിൽ അവിടെ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഹൈറ്റിനെ നമ്മൾ ബാരിയർ ഹൈറ്റ് എന്നൊക്കെ പറയും. ഡിസ്റ്റൻസ് ഫ്രം വൺ സൈഡ് ഓഫ് ബാരിയർ ടു അതർ സൈഡ് ഈസ് കാൾഡ് വിഡ്ത്ത് ഓഫ് ദ ബാരിയർ. അപ്പം നമുക്ക് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. അപ്പോൾ നമുക്ക് W ആയിട്ട് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ ഫിസിക്കൽ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ W. ആ അയോൺസ് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ, ആ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സിലിക്കൺ സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഇത് 0.7 വോൾട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ജെർമേനിയം പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ കേസിൽ അത് 0.3 വോൾട്ട് ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുമ്പോൾ നമുക്ക് എക്സ്റ്റേണലായിട്ട് ബയാസിങ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ഇത് ഇവിടെ നമുക്ക് ഫോർവേഡ് ബയാസിങ്ങോ റിവേഴ്സ് ബയാസിങ്ങോ ഒന്നും കൊടുത്തിട്ടില്ല. ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡിപ്ലീഷൻ റീജിയൻ ജനറേറ്റ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്, അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ദറ്റ് ഈസ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. സോ വി ഐ ക്യാര എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കേസസ് അറിയണം. ദാറ്റ് ഈസ് പി എൻ ജംഗ്ഷൻ ഡയോഡ് വിത്ത് ഫോർവേഡ് ബയാസ് ആൻഡ് വി എൻ ജംഗ്ഷൻ ഡയോഡ് വിത്ത് റിവേഴ്സ് ബയാസ്. രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ വി ഐ ക്യാര ഫസ്റ്റ് പി എൻ ജംഗ്ഷൻ ഡയോഡ് വിത്ത് ഫോർവേഡ് ബയാസ്. സോ വാട്ട് ഈസ് ഫോർവേഡ് ബയാസ്? ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പി റീജിയൻ പി എൻ ജംഗ്ഷൻ പഠിച്ചു. സോ
So this is the P region and this is the N region, and the P region is connected to positive terminal of the battery and N region is connected to negative terminal of the battery. So ഇതാണ് കണക്ഷൻ. ഇതാണ് നമ്മൾ നേരത്തെ വരച്ച പി എൻ ജംഗ്ഷൻ. ആ പി എൻ ജംഗ്ഷൻ ഡിപ്ലേഷൻ റീജിയൻ കാണാം. P region is connected to positive terminal of the battery. So this is connected to positive terminal and this is connected to negative terminal of the battery. So ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു എക്സ്റ്റേണൽ ബയാസിംഗ് കൂടെ കൊടുത്തു ആണ് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫർദർ ഡിഫ്യൂഷൻ, അവിടെ ബാരിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡിഫ്യൂഷൻ സ്റ്റോപ്പാണ്, കാരണം അവിടെ എക്സ്റ്റേണലായിട്ട് ബയാസിംഗ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുക, എക്സ്റ്റേണലായിട്ട് നമ്മളൊരു ബയാസിംഗ് മീൻസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അപ്ലൈയിങ് എ ഡി സി വോൾട്ടേജ്. സോ ഇവിടെ ഞാനൊരു ഡി സി വോൾട്ടേജ്, ഒരു വി എഫ് എന്ന് പറയുന്ന ഒരു ഫോർവേഡ് ബയാസ് വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? സോ ഇവിടെ ഞാനൊരു പോസിറ്റീവ്, പി സൈഡ് പോസിറ്റീവിലോട്ടും എൻ സൈഡ് നെഗറ്റീവിലോട്ടും നമ്മൾ ഒരു ബയാസിങ്ങിലേക്ക് കൊടുക്കുകയാണ്. സോ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഫോർവേഡ് ബയാസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഹോൾസ് റിപ്പൽ ചെയ്യും. പോസിറ്റീവ് ചാർജ്, ഇതിനകത്തുള്ള മൂവിങ് പാർട്ടിക്കിൾസ് ഹോൾസ് ആണ്. ഈ ഹോൾസ് റിപ്പൽ ചെയ്ത് ഈ ഹോൾസ് എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യും? ഡിപ്ലീഷൻ റീജിയനിലേക്ക് എൻ്റർ ചെയ്യും. സോ ആ ഡിപ്ലീഷൻ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റീജിയൻ ന്യൂട്രൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിമിലർലി ഇവിടുന്ന് ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്ത് ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിലേക്ക് അത് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഡ്യൂറിങ് ഫോർവേഡ് ബയാസ് കണ്ടീഷൻ the P region, from the P region holes will be repelled towards the depletion region and electrons will be repelled towards the depletion region. So ഇതാണ് അവിടെ നടക്കുന്നത്. സോ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. So when a PN junction is forward bias, holes are repelled from positive terminal of the battery and are compelled to move towards the junction. The electrons are repelled from the negative terminal of the battery and drift towards the junction. നമ്മൾ പറഞ്ഞു രണ്ട് ഇലക്ട്രോൺസ് ഹോൾസും ജംഗ്ഷനിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയനിലേക്ക് വരുന്നു. അപ്പോൾ ഡിപ്ലീഷൻ റീജിയനിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ആ റീജിയനിൽ ഇലക്ട്രോൺസ് ഹോൾസും ഇല്ല, അതുകൊണ്ടാണ് അതിനെ ഡിപ്ലീഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഹോൾസും വരുന്നത് കാരണം അവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയർ കുറയും, കാരണം അവിടെ ഒരു ഡിഫ്യൂഷൻ ഉള്ളൊരു പോസിബിലിറ്റി വീണ്ടും വരുവാണ്. സോ അതുകൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ ബാരിയർ കുറയും, വിഡ്ത്ത് കുറയും. ബാരിയർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ കുറയുന്നതനുസരിച്ച് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയുന്നു. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയാൻ കാരണം ഹോൾസും ഇലക്ട്രോൺസും ജംഗ്ഷനിലേക്ക് വരുവാണ്. പിന്നെ അത് ഡിപ്ലീഷൻ റീജിയൻ അല്ല. സോ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയും. സോ ഇങ്ങനെ കുറയുന്നത് കാരണം കൂടുതൽ മെജോറിറ്റി ക്യാരിയേഴ്സ് ഡിഫ്യൂസ് ചെയ്യും. കൂടുതൽ മെജോറിറ്റി ക്യാരിയേഴ്സ്, കാരണം ഇവിടുന്ന് ഹോൾസാണ്, മെജോറിറ്റീസ് ആയിട്ടുള്ള ഹോൾസാണ് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് മെജോറിറ്റി, എന്നിലുള്ള മെജോറിറ്റി ഇലക്ട്രോൺസ് ആണ് ഇങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നത്. സോ അത് കാരണം അവിടെ മെജോറിറ്റി കറണ്ടിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. സോ these carriers recombine and cause movement of charge carriers in the space region. So ഈ ഡിപ്ലീഷൻ റീജിയനിൽ വന്നത് വീണ്ടും റീകോമ്പിനേഷൻ അവിടെ occur ചെയ്യും. For each recombination of free electron hole that occurs, an electron from negative terminal of battery enters N-type material. It then drift towards the junction. So ഇവിടെ ഈ ഹോൾസ് ഞാൻ പറഞ്ഞു ജംഗ്ഷനിലേക്ക് വരുവാണ്, ഇലക്ട്രോൺസും ജംഗ്ഷനിലേക്ക് വരുവാണ്, അത് റീകമ്പൈൻ ചെയ്യും. അത് റീകമ്പൈൻ ചെയ്യുന്നത് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഹോൾസിൻ്റെ വാല്യൂ, ഇവിടെ ഹോൾസ് റെഡ്യൂസ് ചെയ്യുകയാണ്, ആ ഹോൾസിനെ ഈ ഒരു ബാറ്ററി വഴി റീസപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. സിമിലർലി ഈ ഇലക്ട്രോൺസും ഇങ്ങോട്ടേക്ക് വന്ന് റീകമ്പൈൻ ചെയ്യുവാണ്. സോ ആ ഇവിടെ നിന്ന് നഷ്ടപ്പെടുന്ന ഇലക്ട്രോൺസിനെയും ഈ ബാറ്ററി ഈ നെഗറ്റീവ് ടെർമിനൽ റീസപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇലക്ട്രോൺസും ഹോൾസും ഇവിടുന്ന് രണ്ട് സൈഡിൽ നിന്ന് റീസപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. സോ ആ മെജോറിറ്റി ക്യാരിയർ കറണ്ട് എന്ന് പറയുന്നത് അതാണ്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദർ വിൽ ബി എ കറണ്ട് അല്ലെങ്കിൽ an electron from negative terminal of the battery enters the N-type material. ആ നെഗറ്റീവ് ടെർമിനൽ ബാറ്ററി ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. റീകോമ്പിനേഷൻ അവിടെ നടക്കുന്നത് കാരണം, ഫോർവേഡ് ബയാസിങ് കാരണം ഉണ്ടാകുന്ന റീകോമ്പിനേഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇലക്ട്രോൺസിനെ ബാറ്ററി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. സോ അതാണ് അവിടെ കറണ്ടായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. സോ the current in the P-type material is due to the movement of force. The current in the N-type material is due to the movement of electrons. സോ ഈ ഒരു കറണ്ടാണ് ഇവിടുത്തെ മെജോറിറ്റി കറണ്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്കിതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൂടെ നോക്കാം. നമുക്ക് വി ഐ ക്യാരയാണ്, ഫോർവേഡ് ക്യാര എന്ന് പറയുന്നത് ഇതാണ്. സോ ദിസ് ഈസ് ഫോർവേഡ് കറണ്ട്. സോ ദിസ് ഈസ് ദ ഫോർവേഡ് കറണ്ട് ഐ എഫ് വിത്ത് റെസ്പെക്ട് ടു ഫോർവേഡ് വോൾട്ടേജ് വി എഫ്. സോ ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പം ഇതെന്ന് പറയുന്നത് കണ്ടക്റ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ വി ഗാമ എന്ന് പറയുന്നൊരു വോൾട്ടേജിലാണ് ഇത് കണ്ടക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വോൾട്ടേജ് ഇസ് നോൺ ആസ് കട്ടിംഗ് വോൾട്ടേജ്. സോ 0 മുതൽ വി ഗാമ വരെ ദ ഡയോഡ് വിൽ ബി ഓഫ്. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയാസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത്
ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വി ഗാമ എത്തുന്നത് വരെ ആ ഡയോഡ് കണ്ടക്ട് ചെയ്തില്ല. വി ഗാമ എത്തുമ്പോഴാണ് ഇത് കണ്ടക്ട് ചെയ്ത് തുടങ്ങുന്നത്, ഡയോഡ് കണ്ടക്ട്. സോ ദിസ് വി ഗാമ ഈസ് നോൺ ആസ് കട്ട് ഇൻ വോൾട്ടേജ് ഓർ നീ വോൾട്ടേജ്. സോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഡയോഡ് ഡസ് നോട്ട് conduct until the external voltage overcomes the barrier. ആ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യാൻ എടുക്കുന്ന ആ ഒരു മിനിമം വാല്യൂ ഉണ്ട്, അതുവരെ അത് കണ്ടക്ട് ചെയ്യത്തില്ല. ആ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫർദർ ഡിഫ്യൂഷൻ നടക്കും, അല്ലെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യും. സോ ദ വോൾട്ടേജ് അറ്റ് വിച്ച് ദ കറണ്ട് സ്റ്റാർട്ട്സ് ടു ഇൻക്രീസ് റാപ്പിഡ്ലി, ദാറ്റ് ഈസ് നോൺ ആസ് കട്ടിംഗ് വോൾട്ടേജ് ഓർ നീ വോൾട്ടേജ് ഓഫ് ദ ഡയോഡ്. ഇപ്പോൾ സിലിക്കൺ ഡയോഡിൻ്റെ കേസിൽ ആ ഒരു കട്ടിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0.7 വോൾട്ടേജ് ആണ്. ജെർമേനിയത്തിൻ്റെ കേസിൽ അത് 0.3 വോൾട്ടേജ് ആണ്. സോ വി ഗാമയുടെ വാല്യൂ ഈക്വൽ ടു 0.7 ഫോർ സിലിക്കൺ, 0.7 വോൾട്ട്, ആൻഡ് 0.3 വോൾട്ട് ഫോർ ജെർമേനിയം. സോ ഇതാണ് നമ്മുടെ വാല്യൂസ്. വി ഗാമ ഈസ് നോൺ ആസ് കട്ടിംഗ് വോൾട്ടേജ്. സോ ദിസ് വോൾട്ടേജ് ഈസ് നോൺ ആസ് വി ഗാമ ഈസ് കട്ടിംഗ് വോൾട്ടേജ് ഓർ നീ വോൾട്ടേജ്. സോ ഇതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. ഇതാണ് എൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, ഇതതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോർവേഡ് ബയാസുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിയണം. നെക്സ്റ്റ് റിവേഴ്സ് ബയാസ് ആണ്. സോ ഒരു പി എൻ ജംഗ്ഷന് റിവേഴ്സ് ബയാസ് ചെയ്യുന്നത് നമുക്കറിയാം എങ്ങനെയാണെന്ന്. റിവേഴ്സ് ബയാസിങ് മീൻസ് പി റീജിയൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് എൻ റീജിയൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. ഫോർവേഡ് ബയാസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ റിവേഴ്സ് ബയാസിങ് എന്ന് പറയുന്നത്. ദ ഹോൾസ്, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, പി റീജിയൻ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്, എൻ റീജിയൻ പോസിറ്റീവിലേക്കാണ്. സോ ഈ ഹോൾസ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. സോ ഹോൾസ് വിൽ മൂവ് എവേ ഫ്രം ദ ബാറ്ററി. സോ ഇവിടെ ഉള്ള ഹോൾസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും ഹോൾസ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് അതുപോലെ തന്നെ പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെ ഇലക്ട്രോൺസ് ഹോൾസ് ഇവിടെ നിന്ന് ഇങ്ങനെ ബാറ്ററിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഹോൾസ് ഇഞ്ഞ് പോയി കഴിഞ്ഞാൽ വീണ്ടും മൈനസ് മാത്രമാവും. സോ അഗെയിൻ ഇറ്റ് വിൽ ബിക്കം ഡിപ്ലീഷൻ റീജിയൻ. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടിക്കൊണ്ടിരിക്കും, രണ്ട് സൈഡിലും ആ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. സോ ദിസ് ആക്ഷൻ വൈഡൻസ് ദ ഡിപ്ലീഷൻ റീജിയൻ ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ ബാരിയർ പൊട്ടൻഷ്യൽ. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞു ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയും, ബാരിയർ പൊട്ടൻഷ്യൽ കുറയും. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും, ബാരിയർ പൊട്ടൻഷ്യൽ വിൽ ഓൾസോ ഇൻക്രീസസ്. സോ അതാണ് റിവേഴ്സ് ബയാസിൻ്റെ കേസിൽ. സോ ദ ഇൻക്രീസ്ഡ് ബാരിയർ പൊട്ടൻഷ്യൽ മേക്സ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ഫോർ ദ മെജോറിറ്റി കാരിയേഴ്സ് ടു ഡിഫ്യൂസ്. സോ ഇവിടെ ബാരിയർ പൊട്ടൻഷ്യൽ കൂടുന്ന കാരണം ഒരു ഡിഫ്യൂഷനുള്ള പോസിബിലിറ്റി, മെജോറിറ്റി കാരിയേഴ്സിന് ഡിഫ്യൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ്. സോ ദിസ് ബാരിയർ പൊട്ടൻഷ്യൽ ഈസ് ഹെൽപ്ഫുൾ ഫോർ ദ മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ ക്രോസിംഗ് ദ ജംഗ്ഷൻ. സോ ഇവിടെ നമുക്ക് പറയാം മെജോറിറ്റി കറണ്ട് ഉണ്ടാവത്തില്ലെങ്കിൽ ഒരു മൈനോറിറ്റി കറണ്ട് അവിടെ ഫ്ലോ ചെയ്യും. അതുപോലെ തന്നെ ദ റേറ്റ് ഓഫ് ജനറേഷൻ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് മൈനോറിറ്റി കാരിയർ വാല്യൂ വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. സോ ദ കറണ്ട് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് whether the battery voltage is low or high. For this reason this is known as reverse saturation current. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഈ വോൾട്ടേജ് റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇനിഷ്യലി ആ കറണ്ട്, ആ മൈനോറിറ്റി കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ടായിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. സോ ഈ കോൺസ്റ്റൻറ്റ് കറണ്ടിന് വിളിക്കുന്ന പേരാണ്, ദിസ് കറണ്ട് ഈസ് നോൺ ആസ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. സോ ദിസ് കറണ്ട് ഈസ് നോൺ ആസ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. സോ പക്ഷെ നമ്മൾ ഈ വോൾട്ടേജ്, റിവേഴ്സ് വോൾട്ടേജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ ഈ കറണ്ട് പെട്ടെന്ന് റൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പെട്ടെന്ന് റൈസ് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് വിളിക്കുന്ന പേരാണ് റിവേഴ്സ് വോൾട്ടേജ്. ആ റിവേഴ്സ് വോൾട്ടേജിൽ ഈ കറണ്ട് പെട്ടെന്ന് സഡനായിട്ട് ഇൻക്രീസ് അല്ലെങ്കിൽ അബ്രപ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കാണാം. സോ ഇനിഷ്യലി ഒരു കോൺസ്റ്റൻറ്റ് റിവേഴ്സ് മൈനോറിറ്റി കറണ്ട് ആയിരിക്കും. ആ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് റിവേഴ്സ് കറണ്ട് എന്നാണ്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അതിനുശേഷം keep on increasing the reverse bias voltage, the current will increase steadily. That current is known as, that voltage is known as breakdown voltage. So അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ എ പി എൻ ജംഗ്ഷൻ diode allows a very small current to flow when it is reverse bias. This current is due to the movement of minority carriers. അതിനെ നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞു. If we keep on increasing, അല്ലെങ്കിൽ if reverse bias is made too high, the current through the PN junction diode increases abruptly. സോ ആ ഒരു കേസിൽ നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് സഡനായിട്ട് ഇൻക്രീസ് ചെയ്യും. ഈ പർട്ടിക്കുലർ വോൾട്ടേജിന് വിളിക്കുന്ന പേരാണ്
VBR അല്ലെങ്കിൽ VZ എന്നൊക്കെ പറയും, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇവിടെ കറണ്ട് പെട്ടെന്ന് കൂടും. ആ പർട്ടിക്കുലർ വോൾട്ടേജിന് വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഫിനോമിന ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ ബ്രേക്ക് ആവാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. സോ ഇതാണ് നമ്മുടെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഫോർവേഡ് ക്യാരിയും റിവേഴ്സ് ക്യാരിയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്കത് ഓവറോൾ VI ക്യാര ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. ഇതാണ് VI ക്യാര, ഫോർവേഡ് റിവേഴ്സ് ക്യാര. ഈ വോൾട്ടേജിനെ നമ്മൾ V ഗാമ എന്ന് പറയും, കട്ടിംഗ് വോൾട്ടേജ്. ഈ വോൾട്ടേജിനെ VZനെ നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നും പറയും. ഇത് ഒരുമിച്ച് വരച്ചേക്കുവാണ്, രണ്ട് ക്യാരയും കൂടെ ഒരുമിച്ച് വരച്ചേക്കുവാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഈ ഫോർവേഡ് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് I = I0 e⁻V/VT. ഇവിടെ VT എന്ന് പറയുന്നത് ആ വോൾട്ട് ഇക്വലൻറ്റ് ടെമ്പറേച്ചറാണ്, KT/Q ആണ്. K എന്ന് വെച്ചാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്, T is the temperature and Q is the charge of electron. Qൻ്റെ വാല്യൂ 1.6 × 10⁻⁻19 കൂളം ആണ്. I0 എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടാണ്. ദെൻ ഈ I0 എന്ന കറണ്ടാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. I0 ഈ സാച്ചുറേഷൻ കറണ്ട്. സോ ഇതാണ് നമ്മുടെ കറണ്ട് ഇക്വേഷൻ. ഇതാണ് ഫോർവേഡ് കറണ്ട്. നമുക്ക് റിവേഴ്സ് കറണ്ടിനെ നമുക്കിങ്ങനെ എഴുതാം, IR is approximately equal to -I0 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇതാണ് ഫോർവേഡ് കണ്ടീഷനും റിവേഴ്സ് ബയാസ് കണ്ടീഷനും. ദെൻ നെക്സ്റ്റ് ബ്രേക്ക് ഡൗൺ ആണ്, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ മെക്കാനിസംസ്. സോ രണ്ട് ടൈപ്പ് ഓഫ് ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഉണ്ട്. There are two types of breakdown, that is one is Zener breakdown and avalanche breakdown. അതിൽ നമുക്ക് avalanche breakdown നമ്മുടെ സിലബസിലുണ്ട്. സോ എന്താണ് Zener breakdown എന്ന് ഇവിടെ നിന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെൻ റിവേഴ്സ് ബയാസ് ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ രണ്ടും റിവേഴ്സിൽ നടക്കുന്ന ബ്രേക്ക് ഡൗൺ മെക്കാനിസമാണ്. So when reverse bias is increased, the electric field at the junction also increases. So reverse bias, so Zener breakdown, Zenerഉം അവലാഞ്ചും തമ്മിലുള്ള ഡിഫറൻസും കൂടെ നമുക്ക് പറഞ്ഞു പോവാം. ഈ Zener മെക്കാനിസം ഒക്കർ ചെയ്യുന്നത് ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷനിലാണ്. ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ. സോ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷനിലാണ് എന്തൊക്കർ ചെയ്യുന്നത്, ഈ Zener മെക്കാനിസം ഒക്കർ ചെയ്യുന്നത്. സോ അവിടെ റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ്, ജംഗ്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വളരെ കൂടുതലാണ്. ഈ ഹൈ ഇലക്ട്രിക് ഫീൽഡ് കാരണം അവിടെ കോവാലൻറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. സോ അത് കാരണം കൂടുതൽ ചാർജ് ക്യാരിയേഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യും. ആ ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ Zener കറണ്ട് എന്നൊക്കെ പറയും. ഒരു ഇലക്ട്രോൺ ടണലിംഗ് മെക്കാനിസമാണ് ഇതിനകത്ത് നടക്കുന്നത്. ആൻഡ് ദിസ് മെക്കാനിസം ഈസ് നോൺ ആസ് Zener മെക്കാനിസം. സോ ആ ഹൈ ഇലക്ട്രിക് ഫീൽഡിൽ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കൂടുതൽ ക്യാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ Zener ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യണമെങ്കിൽ ജംഗ്ഷൻ ഷുഡ് ബി ഹെവിലി ഡോപ്ഡ്. സോ നമുക്ക് Zener മെക്കാനിസം ഡീറ്റെയിൽ ആയിട്ടില്ല, ജസ്റ്റ് ഈ കമ്പാരിസൺ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അവലാഞ്ച് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് കോസസ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഓഫ് മൈനോറിറ്റി ക്യാരിയേഴ്സ്. അപ്പോൾ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്താണെന്ന് നമുക്ക് നോക്കാം. അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ജംഗ്ഷനിലാണ്. ലൈറ്റ്ലി ഡോപ്ഡ് PN ജംഗ്ഷനിലാണ് ഇത് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്നുള്ളത് നോക്കാം. അവലാഞ്ച് ബ്രേക്ക് ഡൗൺ, സോ ഇതാണ് നമ്മുടെ PN ജംഗ്ഷൻ. PN ജംഗ്ഷൻ ഡയോഡ്, ഇതൊരു റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷനാണ്. കാരണം ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുന്നത് റിവേഴ്സ് ബയാസിലാണ്. ലൈറ്റ്ലി ഡോപ്ഡ് ആയതുകൊണ്ട് ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സോ ഇവിടെ നമുക്ക് മൈനസ് അയോൺസ്, അതുപോലെ തന്നെ ഇവിടെ പ്ലസ് അയോൺസ് ഉണ്ട്. വിഡ്ത്ത്, ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ കൂടുതലാണ്. സോ ഈ P റീജിയനകത്തുള്ള മൈനോറിറ്റി, സോ ഇത് റിവേഴ്സ് ബയാസ് ചെയ്തേക്കുവാണ്, മൈനസ് ആൻഡ് ദിസ് ഇസ് പ്ലസ്. P region is connected to negative and N region is connected to positive. സോ ഈ Pയിലുള്ള മൈനോറിറ്റി, അതായത് ഇലക്ട്രോൺ, സോ മൈനോറിറ്റി ക്യാരിയേഴ്സ് ഉണ്ടാവുന്നതാണ് ഈ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഈ Pയിലുള്ള ഇലക്ട്രോൺസ് ഈ ഒരു റീജിയനിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ഒരു ക്രിസ്റ്റൽ ആറ്റംസ്, സോ ഈ ഒരു ആറ്റമായിട്ട് ഇവിടെ കൊളീഷൻ നടക്കും. ഈ മൈനോറിറ്റി ക്യാരിയർ ഡിപ്ലീഷൻ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആറ്റംസുമായിട്ട് കൊളീഷൻ നടക്കും. ഈ കൊളീഷൻ കാരണം പുതിയതായിട്ട് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യും. സോ ഒരു ഇലക്ട്രോൺ ഒരു ഹോളും ജനറേറ്റ് ചെയ്യും. ഈ ഇലക്ട്രോണിന് ടെൻഡൻസി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിരിക്കും, പോസിറ്റീവ് ടെർമിനലിലേക്കായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. ആ പുതിയതായിട്ട് ജനറേറ്റ് ചെയ്ത ഹോള് പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്ത ഹോള്
നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ഈ ഹോളും ഇലക്ട്രോണും മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ വീണ്ടും കൊളീഷൻ നടക്കും. ഇപ്പോൾ ഹോൾ ഇങ്ങോട്ട് വരുന്നു, വീണ്ടും കൊളൈഡ് ചെയ്യുന്നു, പുതിയതായിട്ട് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നു, ഹോൾസ് ജനറേറ്റ് ചെയ്യുന്നു. ദെൻ ഈ പോകുന്ന ഇലക്ട്രോൺ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വീണ്ടും എന്ത് സംഭവിക്കുന്നു? കൊളൈഡ് ചെയ്യുന്നു. സോ എഗെയിൻ ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഹോൾ വീണ്ടും കൊളൈഡ് ചെയ്യുന്നു. ഡ്യൂ ടു കൊളീഷൻ ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഈ ഒരു റീജിയനിൽ നമുക്ക് കാണാം കരിയേഴ്സിൻ്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. കരിയർ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ നടക്കും. സോ കരിയർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കേഴ്സ്. സോ കൂടുതൽ ഇലക്ട്രോൺ ഹോൾ പെയർസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇലക്ട്രോൺ ഹോൾ പെയർസ് കാരണം ഉണ്ടാകുന്ന ആ ഒരു മൈനോറിറ്റി കറണ്ടിനെയാണ് നമ്മൾ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്, മൈനോറിറ്റി കറണ്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം ഇവിടെ എന്താണ് ഒക്കർ ചെയ്യുന്നത്? ലൈറ്റ്ലി ഡോപ്ഡ് ജംഗ്ഷൻ. ദെൻ ഹിയർ നമുക്ക് പറയാം കരിയർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കേഴ്സ്. സോ കരിയർ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കൂടുതൽ കരിയേഴ്സ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് പറയാം ഇവിടെ ഇലക്ട്രോൺ ടണലിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് നടക്കുന്നത്. ഇലക്ട്രോൺ ടണലിംഗ്. അപ്പോൾ അതിനെക്കുറിച്ച് അത്ര ഡീപ്പായിട്ട് ഇപ്പം അറിയേണ്ട, നമുക്ക് അവലാഞ്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ദെൻ തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് സെനർ ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ഫോർ ലോ റിവേഴ്സ് വോൾട്ടേജസ്. ലോ റിവേഴ്സ് വോൾട്ടേജിലാണ് എന്ത് നടക്കുന്നത്? ലോ റിവേഴ്സ് വോൾട്ടേജിലാണ് സെനർ നടക്കുന്നത്. അതുപോലെ തന്നെ അവലാഞ്ച് ഒക്കേഴ്സ് ഫോർ ഹൈ റിവേഴ്സ് വോൾട്ടേജസ്. സോ ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള മെയിൻ. അതുപോലെ തന്നെ അടുത്ത ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് പറയാം സെനർ മെക്കാനിസം. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു, ഞാൻ നേരത്തെ പറഞ്ഞു ടണലിംഗ് മെക്കാനിസമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പറയുന്നു, അത് പറഞ്ഞതാണ് കരിയർ മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമ്മളതിനെ ഇമ്പാക്റ്റ് അയണൈസേഷൻ എന്നും പറയും. സോ കരിയർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് അയണൈസേഷൻ പ്രോസസ്സ്, ഇത് കാരണമാണ് ഇമ്പാക്റ്റ് അയണൈസേഷൻ. സോ ഇതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ കൂടുതൽ നമ്പർ ഓഫ് ചാർജ് ക്യാരിയേഴ്സ് ഇവിടെ ജനറേറ്റ് ചെയ്യുക. അത് കാരണം ഒരു ഹൈ റിവേഴ്സ് കറണ്ട് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ സെനർ മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവലാഞ്ച് ബ്രേക്ക് ഡൗണും സെനർ ബ്രേക്ക് ഡൗണും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പം ഇങ്ങനെ ഒരു സെനർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇറ്റ് ഒക്കേഴ്സ് ഫോർ ലോ റിവേഴ്സ് വോൾട്ടേജസ്. സോ ഇങ്ങനെ ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രാഫ് ആയിരിക്കും സെനറിന് കിട്ടുന്നത്. ആൻഡ് അവലാഞ്ച് ഒക്കേഴ്സ് ഫോർ ലാർജ് റിവേഴ്സ് വോൾട്ടേജസ്. സോ ഇതാണ് രണ്ട് ബ്രേക്ക് ഡൗൺ വാല്യൂ. ഇത് സെനറിൻ്റെയാണ് VZ. ഇത് നമുക്ക് പറയാം VZ2, VZ1. ഇവിടെ പറയാം VZ1 ഗ്രേറ്റർ ദാൻ, VZ2 ഈസ് ഗ്രേറ്റർ ദാൻ VZ1. VZ2 എന്ന് പറയുന്ന അവലാഞ്ചിൻ്റെയാണ്. സോ ദിസ് ഈസ് അവലാഞ്ച് ആൻഡ് ദിസ് ഈസ് സെനർ. ഇതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊരു സ്റ്റഡി ഗ്രാഫ് ആയിരിക്കും, ഇതൊരു സ്ലോപ്പുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇത്രയാണ് നമുക്ക് റിവേഴ്സ് ബ്രേക്ക് ഡൗണുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.